ഒരു പതാക ഡിസൈൻ ചെയ്യുകയുണ്ടായി. ആ പതാകയാണ് പിന്നീട് നമ്മുടെ ഇന്ത്യൻ പതാകയായി മാറിയത്. ആ പതാകയുടെ നിറങ്ങൾ നിങ്ങൾക്ക് പുറകിൽ 3 നിറങ്ങളായി കാണാം. ഈ 3 നിറങ്ങളുള്ള പതാകയെ ഏപ്രിൽ 13, 1921 രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി യങ് ഇന്ത്യയിൽ എഴുതുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ജനവിഭാഗങ്ങൾ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒക്കെയാണ്. നമ്മൾ രാജ്യത്തിന് വേണ്ടി ഒരു പതാക ഡിസൈൻ ചെയ്യുമ്പോൾ മതസൗഹാർദ്ദത്തിന്റെ പതാകയാകണം, എല്ലാ വിഭാഗങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പതാകയാകണം. അങ്ങനെ മഹാത്മാഗാന്ധി വളരെ സത്യസന്ധമായി നമ്മുടെ ഈ പതാകയിൽ കാവി കുങ്കുമ നിറം കൂടുതൽ ഉപയോഗിക്കുന്ന ഹിന്ദു ജനവിഭാഗങ്ങളാണ്. പച്ച കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ സബ് കോണ്ടിനെന്റിൽ നമ്മുടെ മുസ്ലിം ജനവിഭാഗങ്ങളാണ്. ഇവരെ പ്രതിനിധാനം ചെയ്യാനാണ് ആദ്യം ഒരു പതാക ഉണ്ടാക്കി. ഇദ്ദേഹം AICC സമ്മേളനത്തിൽ എത്താനെന്ന് താമസിക്കുകയാണ്. ഗാന്ധിജി അപ്പൊ പിന്നീട് ആലോചിച്ചു, ഈ 2 നിറങ്ങൾ മാത്രം പോരാ, നമുക്ക് ബാക്കി എല്ലാവരെയും കൂടെ, വിശിഷ്യ ക്രിസ്ത്യാനികളെയും ബാക്കി ജനസമൂഹങ്ങളെയും പ്രതിനിധാനം ചെയ്യാനും കൂടി ഒരു നിറം വേണം. അങ്ങനെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അന്ന് റെഡിഷ് ഓക്രെ, ഇന്നത്തെ കുങ്കുമം കാവി നിർത്താവ്, ഈ കാവിയും വെള്ളയും പച്ചയും വെച്ച് നമ്മുടെ രാഷ്ട്രത്തിന്റെ ഫ്ലാഗ് അല്ലെങ്കിൽ കൊടി, അതാണ് ഈ രാജ്യത്തിന് വേണ്ടി നിർവചിച്ചത്. ഇത് ഈ രണ്ടാമത്തെ പോയിന്റ്. എനിക്ക് ഏകദേശം 4 മിനിറ്റ് ഉണ്ട്. ഞാൻ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുടെ വേദിയിൽ പോകാറുണ്ട്. എല്ലാ പാർട്ടികളോടും നല്ല സൗഹാർദ്ദവും സന്തോഷവും. CPM-ന്റെ, കോൺഗ്രസിന്റെ, BJP-യുടെ. ഇതിൽ ഓരോ പാർട്ടിയുടെയും വേദിയിൽ പോകുമ്പോൾ കൗതുകകരമായ ഓരോ കാഴ്ചപ്പാടുകൾ കേൾക്കാൻ കഴിയും. ഞാൻ ഏകദേശം 2 വർഷത്തോളം CPM-ന്റെ കൈരളിയിൽ വർക്ക് ചെയ്തതായിരുന്നു. എന്റെ വൈഫ് ദീപ 10 വർഷത്തോളം MAB സാറിന്റെയും അല്ലെങ്കിൽ സ്വരലയിലൊക്കെ വർക്ക് ചെയ്തതാണ്. CPM-കാരുടെ, നമ്മുടെ സഖാക്കളുടെ വേദിയിലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലായത്. അവരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും, നമ്മൾ ഈ മതങ്ങളുടെ പേരൊന്നും എടുത്ത് പറയണ്ട, ഇങ്ങനെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന് പറയണം, നമ്മുടെ പതാക എന്ന് പറഞ്ഞാൽ മതേതരത്വത്തിന്റെ പതാക എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയും ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. ഈ കാവിയും വെള്ളയും പച്ചയും മതേതരത്വത്തിന്റെ പ്രതീകമാണ്. കോൺഗ്രസിന്റെ വേദിയിൽ ഒരുവരും പറയും, ഈ മതങ്ങളുടെ പേരായിട്ട് എടുത്തു പറയണ്ട, പക്ഷെ നമ്മൾ മതസൗഹാർദ്ദത്തിന്റെ പതാകയാണ് എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, ഇത് മതസൗഹാർദ്ദത്തിന്റെ പതാകയാണ്. ചില ബുദ്ധിജീവികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ കൂടുതലിരിക്കുന്ന വേദിയിൽ ചെല്ലുമ്പോൾ അവർ പറയും, നമുക്കിത് വിശ്വമാനവികതയുടെ പതാകയാണെന്ന് പറയണം. പ്രത്യേകിച്ച് MAB സാറിനെ പോലുള്ളവരിക്കുമ്പോൾ അവർ പറയും ബുദ്ധിജീവികളാണ് കൂടുതൽ, അവർ വിശ്വമാനവികതയുടെ പതാക എന്ന് പറഞ്ഞാൽ. BJP-കാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും, ഇത് നമ്മുടെ ദേശീയതയുടെ പ്രതീകമുള്ള പതാകയാണ്. അങ്ങനെ മതി, ദേശീയതയുടെ പ്രതീകമുള്ള പതാകയാണ്. നിങ്ങൾ ഇതിനെ മതേതരത്വം എന്ന് വിളിച്ചാലും മതസൗഹാർദ്ദം എന്ന് വിളിച്ചാലും ദേശീയത എന്ന് വിളിച്ചാലും ബഹുസ്വരത എന്ന് വിളിച്ചാലും വിശ്വമാനവികത എന്ന് വിളിച്ചാലും പേരെന്ത് വിളിച്ചാലും വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്, അതാണ് നമ്മുടെ പതാകയുടെ അർത്ഥം. മഹാത്മാഗാന്ധി വിഭാവനം ചെയ്തു. നമ്മുടെ നാട്ടിൽ ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, വിശ്വാസിയുണ്ട്, അവിശ്വാസിയുണ്ട്. ഇവരെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്ന ആശയം കൊടുക്കുന്ന ആ പതാകയാണ് കോൺഗ്രസിനുള്ളത്. ആ പതാകയാണ് ഭാരതത്തിന്, ഇന്ത്യക്കുള്ളത്. ആ മതസൗഹാർദ്ദത്തെ ഉയർത്തിപ്പിടിക്കാൻ നമുക്കാകട്ടെ. രണ്ടാമത്തെ പോയിന്റ്, അവസാന 3 മിനിറ്റ്. ഇത് ഇന്ത്യയുടെ ആത്മാവിന്റെ ഭാഗമാണ്. മതേതരത്വം എന്ന് പറയുന്നതോ മതസൗഹാർദ്ദം എന്ന് പറയുന്നതോ ഒരു രാഷ്ട്രീയ തന്ത്രമല്ല, അല്ലെങ്കിൽ രാഷ്ട്രീയ അടവുനയമല്ല. ഞാനൊക്കെ വലിയ പ്രാർത്ഥനയോടെ വിദേശത്തൊക്കെ പോകുമ്പോൾ അഭിമാനത്തോടെ പറയും, കോടാനുകോടി ഹിന്ദുക്കൾ ശബരിമലയിലേക്ക് പോകുമ്പോൾ അയ്യപ്പസ്വാമിയുടെ ആത്മാർത്ഥ മിത്രമായ വാവരെ കണ്ടു തൊഴുത്, അയ്യപ്പന്റെ ക്രിസ്ത്യൻ സുഹൃത്തായ വെളുത്തയെ കണ്ടു തൊഴുതാണ് ശബരിമലയിലേക്ക് പോകുന്നത്. ശബരിമലയിലേക്ക് പോകുന്ന വഴി ഒരു വാവര് പള്ളിയുണ്ട്. അതൊരു പക്ഷെ പലരും കേട്ട് കാണും, വളരെ ഫേമസ് ആണ്. വാവരുടെ അച്ഛന്റെ പേര് അലി, അമ്മയുടെ പേര് പാത്തുമ്മ. ആ വാവര് പള്ളി അല്ലെങ്കിൽ വാവര് മുസ്ലിം പള്ളിയോളം തന്നെ പ്രാധാന്യമുള്ള അപ്പുറത്ത് അയ്യപ്പന്റെ ഒരു അമ്പലമുണ്ട്. ആ അയ്യപ്പന്റെ അമ്പലത്തിൽ വാവർക്ക് വേണ്ടി ഒരു നട വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും പോയാൽ കാണാം, നമ്മുടെ എരുമേലി പോകുമ്പോ വാവര് നട എന്ന് പറഞ്ഞു. ആ നടയിൽ ഒരു വിഗ്രഹം വെച്ചിട്ടില്ല, ആ നടയിൽ ഒരു പ്രതിമയോ രൂപമോ വെച്ചിട്ടില്ല. ഞാൻ 6 വയസ്സിൽ ആദ്യം പോയപ്പോ എന്റെ മുത്തശ്ശൻ, ശബരിമല മുതിർന്ന തന്ത്രി കണ്ടൊരു മഹേശ്വരോട് ചോദിച്ചു, അതെന്താ മുത്തശ്ശൻ അവിടെ വെക്കാത്തത്, നമ്മൾ മറ്റേ നീരാട്ടിന് പോയതാണോ, വിഗ്രഹം എടുത്തുകൊണ്ട് പോയതാണോ എന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശൻ പറഞ്ഞു, അത് മറ്റൊരു ആത്മീയ പാതയാണ്, അത് വിശുദ്ധമായ ഇസ്ലാമിന്റെ ആത്മീയ പാതയാണ്. അവർക്ക് സഗുണാരാധനയോ ബിംബാരാധനയോ തുടങ്ങിയ കാര്യങ്ങളില്ല. അപ്പം വാവരെ ആദരിക്കാൻ നമ്മുടെ പൂർവികർ തീരുമാനിച്ചപ്പോ വാവർ ഏത് രീതിയിൽ ആദരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നോ ആ രീതിയിൽ ആഗ്രഹിക്കണം എന്ന് തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ വാവർക്ക് ഹറാമായ ഒരു കാര്യം എന്റെ അമ്പലത്തിനുള്ളിൽ വാവരെ സ്മരിക്കുമ്പോ വേണ്ട, അല്ലെങ്കിൽ വാവർക്ക് എന്താണ് ഹലാലായത് എന്റെ അമ്പലത്തിനുള്ളിൽ അതാണ് വാവർക്ക് വേണ്ടി വേണ്ടത് എന്ന് പറഞ്ഞ അയ്യപ്പന്റെയും വാവരുടെയും ഒക്കെ നാടാണ് നമ്മുടെ. അതിനെ അയ്യപ്പൻ വാവർ ഐക്യം എന്ന് വിളിക്കാം, മഹാത്മാഗാന്ധി മൗലാന അബുൽ കലാം ആസാദ് ഐക്യം എന്ന് വിളിക്കാം. പേരെന്ത് വിളിച്ചാലും ആ ഐക്യത്തിലാണ് ഈ രാജ്യത്തിന്റെ ആത്മാവ്. ആ ഐക്യം മുമ്പോട്ട് പോകാൻ മതസൗഹാർദ്ദം, മതേതരത്വം, ബഹുസ്വരത,
വികസനത, ദേശീയത, ഐക്യം, യൂണിറ്റി, പ്ലൂറലിസം, സെക്യുലറിസം, പേരെന്ത് വിളിച്ചാലും അത് കൊണ്ടുപോകാനുള്ള ദൈവീകമായ ഉത്തരവാദിത്വം ദൈവം നമുക്കാണ് തന്നിരിക്കുന്നത്. അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കാകട്ടെ. ഇതേപോലത്തുള്ള ഒരുപാട് സംഗമങ്ങൾ ആ ഐക്യത്തിന്റെയും യോജിപ്പിന്റെയും മഹത്തരമായ വിളംബരമാണ്. അവസാനിപ്പിക്കുമ്പോൾ പരിശുദ്ധ ഖുർആനിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിന്റെ നേർസാക്ഷ്യമാണ്. ഇത് തന്നെ ബൈബിളിൽ റോമൻസിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ നേർസാക്ഷ്യമാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള ആൾക്കാർ. പരിശുദ്ധ ഖുർആൻ 41:34 പറയുന്നു, വലാ തസ്തവിൽ ഹസനതു വല സയ്യ ഇദ്ഫാ ബില്ലതി ഹിയ അഹ്സാനു ഫൈദല്ലദി ബൈനക വ ബൈനകു അദാവദൻ കന്നഹു വലിയുൻ ഹമീം. നെഗറ്റിവിറ്റിയെ പോസിറ്റിവിറ്റി കൊണ്ട് നേരിടുക, വിദ്വേഷത്തെ സ്നേഹം കൊണ്ട് നേരിടുക, ദേഷ്യത്തെ അല്ലെങ്കിൽ പരസ്പരമുള്ള ശത്രുതയെ നന്മ കൊണ്ടും സ്നേഹം കൊണ്ട് നേരിടുക. അങ്ങനെ നേരിടുമ്പോൾ നിങ്ങളുടെ ബദ്ധശത്രുവായിരുന്നവൻ നിങ്ങളുടെ ആത്മമിത്രമായി മാറിത്തീരുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾക്കുള്ള ഉത്തരവാദിത്വം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മതഭേദമന്യേ ഈ പോസിറ്റിവിറ്റി സമൂഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ പോസിറ്റിവിറ്റിയിൽ നമ്മുടെ നാട്ടിലുള്ള വിദ്വേഷം, വിഭാഗീയത, പരസ്പരമുള്ള ദേഷ്യം തുടങ്ങിയ കാര്യങ്ങൾ ഇല്ലാതാക്കുകയും എല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയവും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഒരുമയ്ക്ക് വേണ്ടി എന്ന മഹത്തരമായ ദർശനത്തിൽ എത്തിച്ചേരുകയും ചെയ്യും. അതിനുള്ള വലിയ വിളംബരമായി ഈ ഇഫ്താർ സംഗമം മാറട്ടെ. ഇവിടെ വരാൻ കഴിഞ്ഞതിലും പ്രത്യേകിച്ച് സന്ദീപ് ജി വിളിക്കാൻ കഴിഞ്ഞതിൽ, ഞാൻ ഡൽഹിയിലോട്ട് പോകുന്ന വഴിയാണ്, അതിന്റെ ഇടയ്ക്കും ഇതിന്റെ പ്രാധാന്യം അത്രമാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞാണ് ഞാൻ വരാൻ കഴിഞ്ഞത്. വളരെ സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും പടച്ചവന്റെ, അള്ളാഹുവിന്റെ, യഹോവയുടെ വ്യത്യസ്ത നാമങ്ങളിൽ നമ്മൾ വിളിക്കുന്ന ആ പരബ്രഹ്മത്തിന്റെ, പരമചൈതന്യത്തിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. ജയ് ഹിന്ദ്.